നിലമ്പൂരിലെ ജനവിധി നാളെ രാവിലെ 8 മുതലാണ് വോട്ടെണ്ണൽ. 8:30ഓടെ ആദ്യ ഫലസൂചനകൾ അറിയാം. നിലമ്പൂരിൽ ജനവിധി അറിയാനുള്ള കാത്തിരിപ്പിലാണ് കേരളം ഒന്നാകെ. ചുങ്കത്തറ മാർത്തോമ ഹയർ സെക്കൻഡറി സ്കൂളിലാണ് വോട്ടെണ്ണൽ നടക്കുക. തികഞ്ഞ വിജയപ്രതീക്ഷയിലാണ് മുന്നണികൾ. അതിനിടെ വോട്ടെണ്ണലിന് മണിക്കൂറുകൾ മാത്രം ശേഷിക്കെ ബിജെപി വോട്ടുകൾ കോൺഗ്രസിന് മറിച്ചു എന്ന വെളിപ്പെടുത്തൽ നടത്തിയിരിക്കുകയാണ് നിലമ്പൂരിലെ ബിജെപി സ്ഥാനാർത്ഥി മോഹൻ ജോർജ്. ഒരു വിഭാഗം ബിജെപി പ്രവർത്തകർ ആര്യാടൻ ഷൗക്കത്തിന് വോട്ട് മറിച്ചെന്നും ബിജെപി മുഖ്യശത്രുവായി കണ്ടത് ഇടതുപക്ഷത്തിനെയാണെന്നും മോഹൻ ജോർജ് വെളിപ്പെടുത്തി. അമൽനാഥ് പാടിച്ചാൽ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. നാളെ രാവിലെ 8 മണി മുതൽ ചുങ്കത്തറ ഹയർ സെക്കൻഡറി സ്കൂളിലാണ് വോട്ടെണ്ണൽ ആരംഭിക്കുക. ആദ്യ 4 ടേബിളുകളിലായി പോസ്റ്റൽ വോട്ടുകളും ഒപ്പം തന്നെ സർവീസ് വോട്ടുകളുമാണ് എണ്ണി തുടങ്ങുക. പിന്നീട് 14 ടേബിളുകളിലായി ഇലക്ട്രോണിക് വോട്ട് മെഷീനുകളിലെ വോട്ടുകൾ ഇത്തരത്തിൽ എണ്ണി തിട്ടപ്പെടുത്തും. 263 പോളിംഗ് ബൂത്തുകളിലെയും വോട്ടുകൾ 19 റൗണ്ടുകളിലായാണ് എണ്ണി തിട്ടപ്പെടുത്തുക. ഇതൊക്കെ CCTV നിരീക്ഷണത്തിലാകും ഈ വോട്ടെണ്ണൽ നടപടികൾ ഒക്കെ തന്നെയും നടക്കുക. അതിനുള്ള എല്ലാ സജ്ജീകരണങ്ങളും നിലവിൽ പൂർത്തിയാക്കുകയും ചെയ്തിട്ടുണ്ട്. അതേസമയം തന്നെ ഈ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് NDA സ്ഥാനാർത്ഥി മോഹൻ ജോർജ് ഒരു വെളിപ്പെടുത്തൽ നടത്തിയിട്ടുണ്ട്. ഈ BJPയുടെ വോട്ടുകൾ ഏറ്റവും ഭൂരിഭാഗം വോട്ടുകളും അതൊക്കെ UDFിലേക്ക് മറിച്ച് നൽകിയിട്ടുണ്ട്, അല്ലെങ്കിൽ UDFിനാണ് ആ വോട്ടുകളൊക്കെ ചെയ്തിരിക്കുന്നത് എന്ന രീതിയിലുള്ള വെളിപ്പെടുത്തലാണ് മോഹൻ ജോർജ് നടത്തിയിട്ടുള്ളത്. LDFിനെ പരാജയപ്പെടുത്തുക എന്നത് മാത്രമാണ് ലക്ഷ്യം. UDFിൻ്റെയും NDAയുടെയും പൊതുശത്രു എന്ന് പറയുന്നത് LDF ആണ്. അതിനാൽ തന്നെ LDFിനെ പരാജയപ്പെടുത്തുന്നതിൻ്റെ ഭാഗമായാണ് ഇത്തരത്തിലൊരു വോട്ട് കച്ചവടം നടന്നിരിക്കുന്നത് എന്നാണ് മോഹൻ ജോർജ് വ്യക്തമാക്കിയിരിക്കുന്നത്. ഈ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൻ്റെ പ്രചരണ സമയങ്ങളിലെ ഓരോ ഘട്ടങ്ങൾ ശ്രദ്ധിച്ചാലും കൃത്യമായൊരു രാഷ്ട്രീയമോ അല്ലെങ്കിൽ പ്രചരണത്തിന് ഒരു ഘട്ടത്തിൽ പോലും കൃത്യമായ രീതിയിൽ ഒരു കാര്യമോ വെളിപ്പെടുത്താൻ വേണ്ടി UDFിന് സാധിച്ചിട്ടുണ്ടായിരുന്നില്ല. ഇതിന്റെ ഭാഗമായി ആദ്യഘട്ടത്തിൽ PV അൻവറിനെ കൂടെ കൂട്ടി ഈ നിലമ്പൂരിൽ വിജയിക്കുവാനുള്ള തന്ത്രങ്ങൾ UDF നടത്തുന്നു. എന്നാൽ അത് വിജയത്തിലേക്ക് എത്തുന്നില്ല. പിന്നീട് വർഗീയ സംഘടനയായ ജമാഅത്ത് ഇസ്ലാമിയുമായി ഒരു കൂട്ടുകച്ചവടത്തിലേക്ക് പോകുന്നു. ഈ ജമാഅത്ത് ഇസ്ലാമിയെ അസോസിയേറ്റ് മെമ്പർഷിപ്പ് നൽകി ഈ UDF എന്ന മുന്നണിയുടെ ഭാഗമാക്കുന്നു. പിന്നീട് ഏറ്റവും ഒടുവിലായാണ് ഇപ്പോൾ BJP സ്ഥാനാർത്ഥിയായ മോഹൻ ജോർജിന്റെ വെളിപ്പെടുത്തൽ വന്നിരിക്കുന്നത്. ഇവിടെ കോലീബി സഖ്യം, കോൺഗ്രസ് ലീഗ് BJP സഖ്യം പ്രവർത്തിച്ചിട്ടുണ്ട്. ഈ UDFിലേക്ക് BJP അന്തർധാരയുടെ ഭാഗമായി തന്നെ ഈ UDFിലേക്ക് വോട്ടുകൾ മറിച്ചു നൽകിയിട്ടുണ്ട് എന്ന് വളരെ വ്യക്തമായി തന്നെ അദ്ദേഹം പ്രതികരിച്ചിരിക്കുകയാണ്. LDFിനെ പരാജയപ്പെടുത്തുക എന്നത് മാത്രമാണ് ഇരുവരുടെയും ലക്ഷ്യമെന്നും അദ്ദേഹം സൂചിപ്പിക്കുന്നു. മുന്നേ തന്നെ പലയിടങ്ങളിലും ഇത്തരത്തിൽ കോലീബി സഖ്യത്തിൻ്റെ പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ ആ സഖ്യം ഉണ്ടായിട്ടുണ്ട് എന്ന വെളിപ്പെടുത്തൽ അടക്കം പുറത്തു വന്നിട്ടുണ്ട്. നിലവിൽ ഇപ്പോൾ തെളിവുകൾ സഹിതം ഇതിപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് NDA സ്ഥാനാർത്ഥിയായുള്ള മോഹൻ ജോർജ് തന്നെ പറഞ്ഞുകൊണ്ടാണ്. അതാണ് ഏറ്റവും ശ്രദ്ധേയമായ ഒരു കാര്യം. എന്തുതന്നെയായാലും നിലമ്പൂരിൽ കോലീബി സഖ്യം പ്രവർത്തിച്ചിട്ടുണ്ട് എന്ന് വളരെ വ്യക്തമായി മനസ്സിലാക്കുവാൻ വേണ്ടി നിലവിൽ സാധിക്കും. ശരി, അമൽനാഥ് പാടിച്ചാലാണ് വിവരങ്ങൾ നൽകിയത്.